നമുക്കിന്ന് ഈ ചപ്പാത്തിയുടെ ഒരു റെസിപ്പി നോക്കിയാലോ? നോക്കാം. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ, സ്വീറ്റ് പൊട്ടറ്റോ. അത് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞ ശേഷം പിന്നെ അതിനെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നമ്മൾ പൊട്ടറ്റോ സ്മാഷറോ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ, കാരണം ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഉടച്ചാലും മതി. നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങില്ലേ, അതിട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ മധുരക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പക്ഷേ മാവിന് കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ. ആ ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് ഈ മാവും ഈ മധുരക്കിഴങ്ങും കൂടെ ഒന്ന് മിക്സാക്കി നോക്കുക. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര വെള്ളം വേണ്ടി വരുമെന്ന്. ആദ്യമേ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ ആദ്യം ഈ മാവും മധുരക്കിഴങ്ങും കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം പിന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പതിയെ ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കില്ല, കാരണം മധുരക്കിഴങ്ങ് ഓൾറെഡി ലൂസായിട്ട് ഇരിക്കുന്നതാണ് കുഴഞ്ഞ്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്ത് വെക്കുക. ഞാനിപ്പം ഇതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ കാണാം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ മാവ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നെയ്യ് ചേർക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആട്ടയെന്ന് പറയുന്ന മറ്റേ പിൽസ്ബെറി ഇല്ലേ, നമ്മുടെ പിൽസ്ബെറിയുടെ മൾട്ടി ഗ്രെയിൻ ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ 7ഓളം മൾട്ടി ഗ്രെയിൻസ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇതാണ് എടുക്കുന്നത്. നമ്മുടെ ചോളം, ബാർലി, റാഗി, അങ്ങനെ കുറേ ഐറ്റംസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള കറിയും കൂടെ ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ഇന്നത്തെ കറി നമ്മുടെ കോളിഫ്ലവർ കറിയാണ് കേട്ടോ. കോളിഫ്ലവർ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നമുക്ക് നോക്കാം. മാവ് എടുത്തിട്ട് നമുക്ക് വലിയ ചപ്പാത്തിയൊക്കെ വേണമെങ്കിൽ വലിയ ഉരുള എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഉരുളകളാണ് ആക്കിയിരിക്കുന്നത്. ഈ ഉരുളകളില്ലേ, ഇത് നമുക്ക് ആദ്യം ഒന്ന് പരത്തിയിട്ട് പിന്നെ വീണ്ടും 4ആക്കി മടക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ കട്ടി ലെയറായിട്ട് കിട്ടും. ഒരു പൊറോട്ടയുടെയൊക്കെ ഫീൽ നമുക്ക് വരും അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും. ഞാനിപ്പോൾ ഒറ്റ സിംഗിളായിട്ട് പരത്തുക. ഇതാണ് എൻ്റെ ചപ്പാത്തി പലക കേട്ടോ. മറ്റേ ഗ്രാനൈറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് നമ്മുടെ ഈ സ്ലാബിലിട്ട് പരത്താനൊക്കത്തില്ല. അതിന് ഞാൻ നമ്മുടെ ചപ്പാത്തിയുടെ തന്നെ ഒരു പാക്കറ്റ് കീറി കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലിട്ടാണ്, ഈ കവറിൻ്റെ പുറത്തിട്ടാണ് കേട്ടോ പരത്തുന്നത്. എനിക്ക് ഈ ചപ്പാത്തി പലകയിൽ നിന്നിട്ട് പരത്തി ശരിയാകത്തില്ല. അപ്പോൾ ഇതിലിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നമ്മുടെ മാവ് നല്ലപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് പൊടിയിൽ മുക്കി എടുത്ത് പരത്തിയെടുക്കാം. ആദ്യം പരത്തിയത് ഷേപ്പ് ശരിയായില്ല. ആദ്യം പരത്തിയത് അവിടെ ത്രികോണീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ചിലത് നല്ല സർക്കിളിൽ തന്നെ വരും. അതിനുശേഷം എൻ്റെ ഈ കവർ ഞാനിത് പരത്തിയ ശേഷം ഈ കവറും ഈ നമ്മുടെ ഈ തടിയില്ലേ, എന്താ പരത്തുന്ന ഈ ഇത് അത് രണ്ടും കൂടെ കഴുകി ഉണക്കി ഞാൻ ഈ പേപ്പറിനകത്ത് തന്നെ വെച്ച് ചുരുട്ടി അങ്ങ് വെച്ചേക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇതാണ് എൻ്റെ ചപ്പാത്തി പലക കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് പാനിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം. ഈ നെയ്യ് ഞാൻ മാവ് കുഴച്ചപ്പോൾ ചേർക്കാത്തത്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലിങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നെയ്യ് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് മാവ് കുഴയ്ക്കുന്ന സമയത്ത് നെയ്യ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുത്തതിന് ശേഷം നമ്മുടെ കറിയും കൂടെ വെച്ച് തിന്നാൻ കേട്ടോ. നല്ല സോഫ്റ്റാണേ. ഇത് പിള്ളേർക്ക് ഈ മധുരക്കിഴങ്ങൊന്നും ഇഷ്ടമല്ലാത്തവർക്കും പിള്ളേർ തിന്നില്ലേലും ഒക്കെ നമുക്ക് അവർക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതിന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. കാരണം ആ ഒരു ചെറിയ മധുരവും, നമുക്കൊരു പൊറോട്ടയൊക്കെ തിന്നത്തില്ലേ, ആ പൊറോട്ടയൊക്കെ തിന്നുന്നതിൻ്റെയൊക്കെ ഒരു ഫീൽ വരും. മധുരക്കിഴങ്ങെന്ന് പറയുന്നത് അത്രയും ഗുണങ്ങൾ അടങ്ങിയ ഒരു ഇതാണ്. ഷുഗറുകാർക്ക് പോലും എത്ര വേണമെങ്കിലും കഴിക്കാമെന്നാണ് ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. പിന്നെ പാൻ കേക്ക്, നമ്മൾ ഈ മധുരക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ട് അതിലേക്ക് 2 മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ പാൻ കേക്ക് പോലെയൊക്കെ ഈ പിള്ളേർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഹണിയും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ. ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ 2 ഫിംഗർ കൊണ്ട് തന്നെ അത് മുറിക്കാൻ പറ്റും. നമ്മളൊരു പൊറോട്ടയൊക്കെ തിന്നുന്ന ഫീൽ. അതേപോലെ തന്നെ ഈ കോളിഫ്ലവർ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും ഒരേപോലെ പറ്റുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ചായ അല്ല, ബൂസ്റ്റാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചായ കാണിക്കുന്നു വിചാരിക്കേണ്ട. പാലിൽ ജസ്റ്റ് ബൂസ്റ്റ് ഇട്ടതാണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.